പാതിവില തട്ടിപ്പ് കേസിൽ സ്പിയാർട്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ഇ.ഡി. പരിശോധന. എൻ.ജി.ഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗമായ ഷീബ സുരേഷ് കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് പരിശോധന നടക്കുന്നത്? വിശദാംശങ്ങൾ. അനുജ, ഈ ഷീബയും ഭർത്താവും വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട് ഇ.ഡി. സീൽ ചെയ്തിരുന്നു. പിന്നാലെയും ഷീബയും ഭർത്താവിനെയും നാട്ടിലേക്ക് ഇ.ഡി. വിളിപ്പിച്ചിരുന്നു. ഇവർ നാട്ടിലെത്തിയതിനു ശേഷമുള്ള പരിശോധനയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് എറണാകുളത്ത് നിന്നുള്ള ഇ.ഡി. സംഘം ഷീബയുടെ കുമളിയിലെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പാതിവില തട്ടിപ്പിലെ പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഉൾപ്പെടെ ഷീബയ്ക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കുമോ, കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോളപ്രയിൽ സ്ഥാപിച്ചിരുന്ന സ്പിയാർട്സ് എന്ന എൻ.ജി.ഒയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു ഷീബ. മാത്രമല്ല എൻ.ജി.ഒ കോൺഫെഡറേഷന്റെ ബോർഡ് അംഗം കൂടിയാണ് ഷീബ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജില്ല ഒഴികെ ആലപ്പുഴ, കോട്ടയം, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളുടെ ചുമതല ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഇടപാടുകളിൽ ഈ ഷീബയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇ.ഡി. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിലത്തെ പരിശോധന കൊണ്ട് ഇ.ഡി. ശ്രമിക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസിലാണ് സ്പിയാർട്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ കുമളിയിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത്. എൻ.ജി.ഒ കോർപ്പറേഷൻ ബോർഡ് അംഗം കൂടിയാണ് ഷീബ. കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ്.